MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. കുമ്പളങ്ങി ആഞ്ഞിലിത്തറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പോസ്റ്റ് കാർഡ് അയച്ചു. കുമ്പളങ്ങി പഞ്ചായത്തിൽ 12-ാം വാർഡിൽ ആഞ്ഞിലിത്തറ, ആറ്റത്തടം, ചുടുകാടുചിറ എന്നീ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ ജനകീയ സമരസമിതിയുടെ രക്ഷാധികാരി ആന്റണി അറയ്ക്കലിന്റെ നേതൃത്വത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നിവർക്ക് ആഞ്ഞിലിത്തറയിലെ ശോചനീയാവസ്ഥയുള്ള റോഡും മരപ്പത്തായവും മാറ്റി പെർമനന്റ് സ്ലൂയിസും അപ്രോച്ച് റോഡും പണിയുന്നതിനുള്ള ത്വരിതഗതിയിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ് കാർഡ് എഴുതി അയച്ചു. വർഷങ്ങളായിട്ടുള്ള അതിനു മുമ്പുള്ള നമ്മുടെ കാരണന്മാരുടെ കാലം തൊട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നും ഫലവത്തായിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് വന്നാലും ഞങ്ങൾ പുറകോട്ടില്ല, മുമ്പോട്ട് തന്നെയാണ്. നമുക്കൊരു 100 കോടി 200 കോടി ഒന്നും ആവശ്യമല്ല, ഒരു 5 കോടി കുറഞ്ഞത് അത്രയും കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള പാലും റോഡും ഒക്കെ ശരിയാവുന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് വല്ല ഇനിയും ഞങ്ങൾ മുമ്പോട്ട് തന്നെ സമരത്തിന് പോയിക്കൊണ്ടിരിക്കും. ഏത് സമയത്തും ദുരിതമാണ്. വേലിയേറ്റം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ പാലത്തിൻ്റെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ആശാവർക്കറായിട്ട് 10-17 വർഷമായി ഞാൻ ജോലി ചെയ്യുന്ന. ഈ ആഞ്ഞിലിത്തറ ഭാഗത്തൂടി തന്നെ നടന്നാണ് ഞാൻ പോകുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഒരു 10-25 വർഷം മുമ്പ് ഞാൻ കെട്ടി വന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ ഇതിനായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ സമരം ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ആയില്ല. പിള്ളേരെ കെട്ടിച്ചൊഴിച്ചിട്ടും ആ സ്ഥിതി തന്നെ, ആ 25 വർഷം മുമ്പുള്ള സ്ഥിതി തന്നെ ഇപ്പോഴും ആ വഴിയിൽ. ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനായി ഒരു നല്ല പാലമോ റോഡോ ഒന്നുമില്ല. വർഷങ്ങളായി മരപ്പാലത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അനുജത്തി പുഴയിൽ വീണ സാഹചര്യം വരെ ഉണ്ടായി. ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ റോഡും പാലമൊക്കെ പൊളിഞ്ഞ് കിടക്കണേണ്. പിന്നെ കുഴിയാണ്, റോഡിലൊക്കെ നിറച്ചും കുഴി, വെള്ളമൊക്കെ കെട്ടിയൊക്കെ കിടക്കണേണ്. പിന്നെ വലിയ കൂർത്ത കല്ലൊക്കെയാണ്, വണ്ടിക്കൊന്നും വരാനൊന്നും പറ്റത്തില്ല. അമ്മമാരൊക്കെ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? 9:30 റാലിയായി കുമ്പളങ്ങി പോസ്റ്റ് ഓഫീസിലെത്തിയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പോസ്റ്റ് കാർഡ് സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് റോഡ് ഉടനെ തന്നെ ശരിയാക്കുമെന്ന് PWD എഞ്ചിനീയർ വാക്ക് തന്നിട്ടുണ്ട്. ഒരു 3 മാസത്തെ സാവധാനം, അതായത് മഴയായതുകൊണ്ട്. പക്ഷേ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം തീരുന്നില്ല. കാരണം ഈ പലകപ്പാലം എപ്പോഴും ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കാരണം കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്നത്, ഒത്തിരി ബൈക്ക്, ഒരു 100-150 ബൈക്കെങ്കിലും ഓരോ ദിവസം അവിടെ കൂടി കടന്നു പോകുന്നുണ്ട്. ഈ പാലം കുലുങ്ങും അവിടെ കയറി കഴിയുമ്പോൾ. അപ്പോൾ അപകടം നിറഞ്ഞൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു മാർഗം അവിടെ സ്ഥായിയായിട്ടുള്ളൊരു പാലം, അതായത് സ്ഥിരമായിട്ടുള്ള പത്താഴത്തിൻ്റെ സംവിധാനവും, അങ്ങനെ മുകളിലൂടെ കാറും അല്ലെങ്കിൽ ഒരു ആംബുലൻസെങ്കിലും പോകത്തക്ക രീതിയിലുള്ള ഒരു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.